തണുത്ത് കിട്ടിയതിന് ശേഷമുള്ള വീഡിയോ ആണ് ഇത്. അപ്പോൾ അതിന് നമുക്ക് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് ഏലയ്ക്ക, പിന്നെ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്ക് 1 മുറി തേങ്ങയുടെ പാലാണ്. 1-ാം പാലും 2-ാം പാലൊക്കെ ചേർത്തുള്ള തേങ്ങാപ്പാലാണിത്. അടുത്തതായി നമുക്ക് വേണ്ടത് ഗോതമ്പ് മാവാണ്. അപ്പോൾ ഇതാ ഗോതമ്പ് മാവ്, ഇത് ഗോതമ്പ് പൊടിച്ച മാവാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ ദാണ്ട് അരിച്ചെടുത്തിട്ട് വന്നതാണ്. ഇത്രയും മാവാണ് ഞാൻ എടുക്കുന്നുള്ളൂ. ഒരു മിക്സിയുടെ ജാർ ആദ്യം എടുക്കാം. നമുക്കൊരു വേഗം തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഒന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കി ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാൻ പറ്റിയ എളുപ്പത്തിലൊരു കിണ്ണത്തപ്പമാണ്. നല്ല ടേസ്റ്റുമാണ്. ഈ ജാറിലോട്ട് ആദ്യം നമുക്ക് എടുത്തു വെച്ച ഈ ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 1/2 കപ്പിൻ്റെ അളവാണ്. അതിലോട്ട് ഒരു 6-7 ഏലക്ക ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല പച്ച തേങ്ങയുടെ 1/2 മുറി തേങ്ങയുടെ പാലാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊരു 3/4 ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഇനി അടുത്തതായി നമ്മൾ ഉരുക്കി തണുപ്പിച്ച് വെച്ച്